ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും സന്തോഷമായിട്ടിരിക്കാനുള്ള പ്രധാന കാരണം ചില കാര്യത്തിനോട് തോന്നുന്ന ഇഷ്ടവും ആകർഷണവും ഒക്കെയാണ്. ഒരു വ്യക്തി പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിനായിരിക്കത്തില്ല മറ്റൊരു വ്യക്തി പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യത്തിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ സംതൃപ്തിയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മനുഷ്യർക്ക് പൊതു സ്വഭാവങ്ങളുണ്ട്. അതുപോലെ ഒരു സ്ത്രീക്കും പുരുഷനും പരസ്പരം ആകർഷണം തോന്നുന്നതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ രണ്ടു കൂട്ടരുടെയും ആകർഷണ രീതി വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് പങ്കാളികൾക്കിടയിലുള്ള ലൈംഗികതയിൽ സ്ത്രീയുടെ പിൻഭാഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആകർഷണവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘടകങ്ങളും അവരിൽ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യമാണ് മറ്റുള്ളവരെ ആകർഷിക്കണം, ഇഷ്ടപ്പെടണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീയും പുരുഷനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ നേടാനുള്ളൊരു ശ്രമമുണ്ട് പ്രകൃതിയാൽ തന്നെ. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് അനുയോജ്യമായ ചേരുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുമ്പോഴാണ് ഒരു പുരുഷന് ആകർഷണം കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു പുരുഷൻ്റെ സൗന്ദര്യ സങ്കല്പത്തിനും ഫാൻറ്റസിക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഏത് വസ്ത്രം ധരിച്ചാലും ഒരു ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിൻഭാഗമാണ്. എന്നിരുന്നാലും നമ്മളൊരു വ്യക്തിയെ ആദ്യമായിട്ട് കാണുമ്പോൾ നോക്കുന്നത് അവരുടെ മുഖത്തേക്കാണല്ലോ. അതിനുശേഷം മാത്രമേ മറ്റുള്ള ഭാഗങ്ങൾ കൂടുതലും ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മുഖം ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റു ഭാഗങ്ങളും ഇഷ്ടപ്പെടാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ സ്ത്രീയിൽ സൗന്ദര്യം കണ്ടെത്തുവാണ്, അതുപോലെ തന്നെ തിരിച്ചും സ്ത്രീയും പുരുഷനിൽ ഒരു പ്രത്യേക ആകർഷണം കണ്ടെത്തുവാണ്. അപ്പോൾ ഈ കണ്ടെത്തലിൻ്റെ പിന്നിൽ ഒരാളെ സഹായിക്കുന്നത് അവരുടെ വ്യക്തിത്വവും ഭാവനയൊക്കെയാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയെ തന്നെ ചിലർക്ക് സുന്ദരമായിട്ട് തോന്നുന്നു, ചിലർക്ക് പ്രത്യേകിച്ച് ആകർഷണം ഒന്നും തോന്നുന്നില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് പുരുഷനിലും സ്ത്രീയെക്കുറിച്ച് ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമാണ് ആരോഗ്യവും രൂപഭംഗിയും. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ വെർട്ടിബ്രയുടെ ലോവർ ബാക്ക് ഭാഗത്തുള്ള കർവ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ആകർഷണം ഉണ്ടാക്കുന്നുണ്ട്. തന്നെയല്ല, ഹിപ്പിൻ്റെ ഭാഗത്തുള്ള ഫാറ്റും മസിൽ മാസും ഇതിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ശരീരമായിട്ട് ബന്ധപ്പെട്ട് ഏത് അവയവത്തിനോടും നമുക്കൊരിഷ്ടം തോന്നണമെങ്കിൽ അതിനൊരു പുഷ്ടി വേണം. ഇപ്പം കൈകാലുകളെ നോക്കുവാണെങ്കിൽ അതിൻ്റെ മസിൽസിന് കുറച്ച് വലിപ്പവും ബലവും ഒക്കെ തോന്നുമ്പോഴാണ് ആകർഷണം കൂടുതലായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് പിൻഭാഗത്തും. അതുപോലെ പല മെത്തേഡുകൾ ചെയ്യുമ്പോഴും ഈ ഒരു ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് സ്ത്രീ മുകളിൽ വരുന്ന രീതിയും അതിൻ്റെ വേരിയേഷൻസും. അതിനകത്ത് തന്നെ ഫേസ് ടു ഫേസ് ഉണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനും ഉണ്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ആത്മവിശ്വാസവും സംതൃപ്തിയൊക്കെ തോന്നുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പ്രകടിപ്പിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഡോഗി പോസ്, അതിൻ്റെ വേരിയേഷൻസ്. ഈ സമയത്ത് സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ആരോഗ്യമുള്ള രൂപഭംഗിയുള്ള എന്തിനോടും നമുക്കൊരാകർഷണം ഉണ്ടല്ലോ. ആരോഗ്യമുള്ള മുഖം കണ്ടാൽ, ആരോഗ്യമുള്ള തലമുടി കണ്ടാൽ, ആരോഗ്യമുള്ള സ്കിൻ കണ്ടാൽ നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ അതിങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കും എന്നൊരു മുൻവിധിയും നമുക്കുണ്ട്. തന്നെയല്ല, നല്ല ഷേപ്പുള്ള മസിൽ മാസ് കൂടുതലുള്ള പിൻഭാഗം എന്ന് പറയുമ്പോൾ സൗന്ദര്യത്തിൻ്റെ സിഗ്നലായിട്ടാണ് എല്ലാവരും കാണുന്നതും അംഗീകരിച്ചിരിക്കുന്നതും. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുവാണെങ്കിൽ എല്ലാവർക്കും എല്ലാത്തിനോടും ഇഷ്ടമില്ല. അതുപോലെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആകർഷണത്തിനകത്ത് പല വിസ്മയകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആകർഷണത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനോടൊന്നും ഒരു വിരക്തി ഉണ്ടാകത്തില്ല എത്ര നാൾ കഴിഞ്ഞാലും. തന്നെയല്ല, നമുക്ക് ആ വ്യക്തിയോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും, പങ്കാളിയെ മൂടാക്കാൻ പെട്ടെന്ന് പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡിനോട് തീവ്രമായൊരു ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര പ്രായം ചെന്നാലും ഇതിനോടൊരു വിരക്തി തോന്നത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇതാണ്, നമുക്ക് എന്തിനോടെങ്കിലും തീവ്രമായ ഒരു ഇഷ്ടം ഉണ്ടാകണം, ഒരു ആകർഷണം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷമാകത്തുള്ളൂ, സംതൃപ്തമാകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടങ്ങൾ കുറയുമ്പോഴാണ് നമുക്ക് പലതിനോടും മടുപ്പുണ്ടാകുന്നതും വിരക്തി ഉണ്ടാകുന്നതും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.